إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون نبئ عبادي أني أنا الغفور الرحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാനും പരിശുദ്ധ റമളാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാനുമൊക്കെ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. റമളാൻ എല്ലാ നിലക്കും അവസരമാണ്. നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് പശ്ചാത്തപിക്കാനുമുള്ള സുവർണാവസരമാണ് പരിശുദ്ധ റമളാൻ. ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടാനും പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തരാകാനും ഈ റമളാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ ഏറെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം പുണ്യങ്ങളുടെ പൂക്കാലമായ, സൽക്കർമ്മങ്ങളുടെ വസന്തകാലമായ, സുഹൃതങ്ങളുടെ കേദാരമായ പരിശുദ്ധ റമളാനിലാണ് നമ്മളുള്ളത് എന്നതോടൊപ്പം ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്ന സയ്യിദൽ അയ്യാമി യൗമുൽ ജുമുഅ, ആഴ്ചയിലെ 7 ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. വസയ്യിദ ശുഹൂരി റമളാൻ, മാസങ്ങളുടെ നേതാവ് റമളാനാണ് എന്ന് സ്വഹാബിയായ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മാസങ്ങളുടെ നേതാവായ റമളാനിൽ, ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയിൽ നാം ഉള്ളപ്പോൾ നമുക്കെങ്ങനെയാണ് സന്തോഷമില്ലാതിരിക്കുക? 2 ദിവസത്തിലും പ്രത്യേകം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റമളാനിലെ ഓരോ ദിവസത്തിലുമുണ്ട്, വെള്ളിയാഴ്ച പ്രത്യേകമുണ്ട്. അവിടുന്ന് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, വഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ മുസ്ലിമിനും റമളാനിലെ ഓരോ രാത്രിയിലും ഓരോ പകലിലുമുണ്ട് ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന.
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം രാവിലുമുണ്ട്, പകലിലുമുണ്ട്. ഓരോ രാത്രികളും ഓരോ പകലുകളും റമളാനിൽ പ്രത്യേകം നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് തേടിപ്പിടിക്കാൻ സഹോദരങ്ങളെ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ അകന്നു കിട്ടാൻ റബ്ബിനോട് രക്ഷ തേടേണ്ട ദിനരാത്രങ്ങളാണ് നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയെക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ജുമുഅത്തി സാഅ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി ഫസഅലല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാഹു. ആ ഒരു സമയത്ത് തൻ്റെ ഉടമയുടെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിച്ച് തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് തേടിപ്പിടിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, 2-3 ദിവസങ്ങൾ റമളാനിൽ നിന്ന് നമ്മോട് വിട പറയുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കാര്യമെങ്കിലും ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയോ? ഒരു 3 കാര്യങ്ങളിൽ നിന്നെങ്കിലും രക്ഷ തേടാൻ എനിക്ക് സാധിച്ചുവോ? സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമളാനിൽ നാം ഏറ്റവും അധികം നേടിയെടുക്കേണ്ട കാര്യം ആത്മാർത്ഥമായ പശ്ചാത്താപമാണ്, തൗബയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മിമ്പറിലേക്ക് കയറിപ്പോയപ്പോൾ, ഓരോ സ്റ്റെപ്പിലേക്കും കാലുവെച്ചപ്പോൾ, ആവർത്തിച്ച് ആമീൻ പറഞ്ഞപ്പോൾ, അതിൻ്റെ കാരണം സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് എത്ര തവണ കേട്ടവരാണ് നമ്മൾ. അതിലൊന്നെന്തായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, മൻ അദ്റക ശഹ്റ റമളാൻ, ഒരാളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ റമളാൻ കിട്ടുകയുണ്ടായി, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല, ഫദഖലൻ നാർ, അങ്ങനെ ആ പാപങ്ങൾ നിമിത്തം അയാൾ നരകത്തിൽ പ്രവേശിച്ചു എങ്കിൽ ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അയാളെ അകറ്റട്ടെ, അയാൾ നശിക്കുന്നതാണ് എന്ന് പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ആമീൻ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകാൻ ഈ റമളാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പൊതുവെ മനുഷ്യർക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നത് ശരിയാണ്. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നാ ഹദൈനാഹുസ് സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്നർത്ഥമുള്ള അധ്യായത്തിൻ്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, ഇന്നാ ഹദൈനാഹുസ് സബീൽ, മനുഷ്യരുടെ മുന്നിൽ നാം മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർ ഏതു വഴിയിലൂടെ പോകണം കൃത്യമായി പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ, ഇനി ഒന്നുകിൽ അവന് തൗഹീദുള്ളവനായി ഇബാദത്തുകളിൽ മുഴുകി മാതാപിതാക്കളെ ബഹുമാനിച്ച് അയൽപ്പക്ക മര്യാദകൾ പാലിച്ച് 5 നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്ത് നല്ല നന്ദിയുള്ളവനായി സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ അങ്ങനെ ജീവിക്കാം. അതല്ല ശിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും തിന്മകളിലും അശ്ലീലതകളിലും മുങ്ങി മുഴുകി നന്ദികേട് കാണിച്ച് നരകത്തിൽ പോകണമെങ്കിൽ അങ്ങനെയുമാകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് ഈ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നിടത്ത് തിന്മയിലേക്കാണ് ചായ്ഞ്ഞു പോവുക. എല്ലാ നിലക്കും വഴിപിഴപ്പിക്കാൻ സ്ത്രീകൾ ശ്രമിച്ചപ്പോഴും അതിലേക്ക് അല്പം പോലും ചാഞ്ഞുപോയിട്ടില്ലാത്ത യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. വമാ ഉബരിഉ നഫ്സി, എൻ്റെ മനസ്സ് തിന്മ ചെയ്യാത്ത മനസ്സാണെന്ന് ഞാൻ ഒഴിച്ചു പറയുന്നില്ല. കാരണം ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്ക് പ്രേരിതമാകുന്ന മനസ്സാണ്, തിന്മയിലേക്ക് ചായ്ഞ്ഞു പോകുന്ന മനസ്സാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ ചെയ്താലൊഴികെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. കാരണം മനുഷ്യൻ്റെ പൊതു സ്വഭാവം തിന്മക്ക് അവസരം കിട്ടിയാൽ അതിലങ്ങ് അകപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഏതൊരു തിന്മയും നമുക്ക് വലിയ നഷ്ടമാണ്. നമ്മുടെ മനസ്സമാധാനത്തെ അത് ബാധിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ അത് തല്ലിക്കെടുത്തും, നമ്മുടെ ഹൃദയങ്ങളിൽ കറ വീഴാൻ അത് മുഖേന കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിയതൻ നുഖിതത ഫീ ഖൽബിഹി നുഖ്തതൻ സൗദാ. ഏതെങ്കിലും ഒരു അടിമ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ അത് മുഖേന ഒരു കറുത്ത കുത്തു വീഴും. അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുത്താൽ ആ കുത്ത് മായ്ഞ്ഞു പോകും.
അവൻ്റെ ജീവിതത്തിൽ തിന്മകൾ തുടർന്നാൽ ആ കുത്തു വലുതായി അവൻ്റെ ഹൃദയം മുഴുവൻ കറുത്തിരുണ്ടു പോകും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ആയത്തോതുകയാണ്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല, അങ്ങനെയല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യർ ചെയ്തു കൂട്ടിയത് ഫലം അവരുടെ ഹൃദയം കറ വീണിട്ടുണ്ട്. വിശ്വാസികളെ, ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഹൃദയത്തിൻ്റെ നിറം റബ്ബിൻ്റെ അടുക്കൽ എന്തായിരിക്കും? നമ്മുടെ ഹൃദയങ്ങളിൽ കറ പുരണ്ടിട്ടുണ്ടോ? ശുദ്ധമാകേണ്ട ഹൃദയങ്ങളിൽ വല്ല അശുദ്ധിയും വന്നുപോയിട്ടുണ്ടോ? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അശുദ്ധമായ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർക്ക് വിജയമില്ല. അള്ളാഹു പറയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എത്ര സുന്ദരമായ വാചകമാണ് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നത്. യൗമ, ഒരു ദിവസം വരാനുണ്ട്, ലാ യൻഫഉ, ഉപകാരപ്പെടുകയില്ല, മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം വരാനുണ്ട്. കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരൊഴികെ രക്ഷപ്പെടാത്ത ദിവസമാണ്. ഖൽബുൻ സലീം എന്നാണ് പറഞ്ഞത്. ഖൽബുൻ സലീം എന്നതിന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചത് ഷിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഹറാമുകളില്ലാത്ത, തിന്മകളില്ലാത്ത, വൃത്തികേടുകളില്ലാത്ത, അശുദ്ധമല്ലാത്ത ഹൃദയം. ആ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുന്നാസി അഫ്ളൽ, പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, നാവിനെ സത്യം മാത്രം പറയാൻ ഉപയോഗപ്പെടുത്തുകയും ഹൃദയത്തെ മഖ്മൂം ചെയ്യുകയും ചെയ്തവൻ. സ്വഹാബികൾ തിരിച്ചു ചോദിച്ചു, സദൂഖുൽ ലിസാനി നഅരിഫുഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സത്യം പറയുന്ന നാവുള്ളവൻ എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഖ്മൂമിൽ ഖൽബ്, ഹൃദയം മഖ്മൂമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹറാമുകളില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, പകയും അസൂയയുമില്ലാത്ത, വിദ്വേഷമില്ലാത്ത തൂവെള്ള ഹൃദയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഒരു കറ പോലും ഇല്ലാത്ത വിധം ശുദ്ധീകരിക്കാൻ, വിമലീകരിക്കാൻ സഹോദരങ്ങളെ ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്തു പോയ ചെറിയ പാപങ്ങളാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നന്മകളെ കൊണ്ട് തന്നെ അത് മായ്ക്കപ്പെടും. നമ്മുടെ നോമ്പ് കൊണ്ട്, ദിക്റ് കൊണ്ട്, ദുആ കൊണ്ട്, വുളൂ കൊണ്ട്, നിസ്കാരം കൊണ്ട് മായ്ക്കപ്പെടും. ചെറുപാപങ്ങളാണെങ്കിൽ, ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാൻ കാരണമാകുന്ന ചില നന്മകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. ഒരിക്കൽ പ്രവാചകൻ സ്വഹാബികളോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു അത് മുഖേന പുറത്തു തരുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ, വയർഫഉ ബിഹി ദറജാത്ത്, അത് മുഖേന നിങ്ങളുടെ പദവികൾ റബ്ബിങ്കൽ ഉയർന്നു പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തരൂ പ്രവാചകരെ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകം നമുക്ക് ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, ഏത് സന്ദർഭത്തിലും വുളു എടുക്കുമ്പോൾ പൂർണ്ണമായി വുളു എടുക്കുക. ഒരു കാട്ടിക്കൂട്ടലാകാതെ, ഒരു ചടങ്ങ് തീർക്കലാകാതെ, ധൃതിയിൽ വുളു എടുത്ത് നനയേണ്ട ഭാഗങ്ങൾ നനയാതെ വരുന്ന അവസ്ഥയില്ലാതെ കൃത്യമായി വുളു എടുക്കുക. ഈ ചുളിഞ്ഞ ഭാഗമൊക്കെ നനയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി കാലിലേക്ക് വെറുതെ വെള്ളമൊഴിച്ച് പോരുന്നതിന് പകരം കൈകൊണ്ടൊന്ന് ഉരച്ചു കഴുകി താടിയൊക്കെ തിക്കകറ്റി, ഇങ്ങനെ കൃത്യമായ വുളുവാണ് പാപം പൊറുക്കാനുള്ള, പദവികൾ ഉയരാനുള്ള ഒന്നാമത്തെ കാര്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക. പള്ളിയിൽ പോയി തന്നെ ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുക. പള്ളിയിലേക്ക് നടന്നുപോയി പള്ളിയിൽ ചെന്നുകൊണ്ട് ജമാഅത്തുകളിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻതിലാറുസ് സ്വലാത്തി ബഅദസ് സ്വലാത്ത്, ഒരു നമസ്കാര ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക. നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ യാത്രയും കാരണം എല്ലായ്പ്പോഴും നമുക്ക് സാധിക്കില്ലെങ്കിലും സാധിക്കുന്ന സമയങ്ങളിൽ ഒരു വക്ത് നമസ്കാര ശേഷം മറ്റൊരു വക്ത് നമസ്കാരം വരെ നാം പള്ളിയിൽ കാത്തിരുന്നാൽ പാപങ്ങൾ പൊറുക്കാൻ, പദവികൾ ഉയരാൻ, നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രതിഫലം ലഭിക്കാൻ സഹോദരങ്ങളെ അതിലൂടെ സാധിക്കും. പള്ളികളിൽ സമയം ചെലവഴിക്കാൻ ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കണം.
നമസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എഴുന്നേറ്റ് ഓടിപ്പോവുകയല്ല. നമ്മുടെ ഫർള് നമസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലി തീരുന്നത് വരെയെങ്കിലും ചുരുങ്ങിയത് അതേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്! ആകാശലോകത്തുള്ള മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ, നമുക്ക് വേണ്ടി കരുണക്ക് പ്രാർത്ഥിക്കാൻ കാരണമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മലായികതു തുസല്ലി അലാ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി, നമസ്കരിച്ച സ്ഥലത്ത് തന്നെ അവൻ ഇരിക്കുന്ന അത്രയും സമയം, മാലം യുഹ്ദിസ്, വുളു മുറിയാതെ ഇരിക്കുന്ന അത്രയും സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ വാചകം പോലും വഹീന്റെ അടിസ്ഥാനത്തിൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മലക്കുകളുടെ പ്രാർത്ഥനയുടെ വാചകം പോലും എന്താണ്? റസൂലുള്ള പറയുകയാണ്, മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഇയാളോട് കരുണ ചെയ്യണേ, മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ. വിശ്വാസികളെ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം? നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം. റബ്ബിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങണം. അതിനുവേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിസ്കരിച്ച ഉടൻ എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ സഹോദരങ്ങളെ, വൻ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊറുക്കലിനെ തേടുകയും പശ്ചാത്തപിക്കുകയും ചെയ്യാതെ അള്ളാഹു അത് പുറത്തു തരികയില്ല. വൻപാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിലൊന്നും വൻപാപങ്ങൾ ഇല്ലല്ലോ എന്ന് നാം ചിന്തിക്കേണ്ട. മറിച്ച് വൻപാപങ്ങളുടെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞു, വഹുവ അന്ന കുല്ല ദംബിൻ വറദ ഫീ ഹദ്ദുൻ ഫിദ്ദുനിയ, ദുനിയാവിൽ ഇന്ന ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള, പരലോകത്ത് ഇങ്ങനെ ശിക്ഷയുണ്ട് എന്ന താക്കീത് വന്നിട്ടുള്ള, അള്ളാഹുവിൻ്റെ കോപം കിട്ടും, അള്ളാഹുവിൻ്റെ ശാപം കിട്ടും, ലൈസമിന്ന നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ റസൂലുള്ള പഠിപ്പിച്ച ഏതൊക്കെ തിന്മകളുണ്ടോ അതെല്ലാം വൻ പാപങ്ങളിലാണ് എണ്ണുക. പ്രത്യേകം തൗബ ഇല്ലെങ്കിൽ അള്ളാഹു പുറത്തു തരികയില്ല. പാപികളാണ് നമ്മൾ. കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യരൊക്കെ തെറ്റ് ചെയ്തു പോകും. വഖൈറുൽ ഖത്താഈന തൗവാബൂൻ, തൗബ ചെയ്ത് നന്നാകുന്നവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവർ. സഹോദരങ്ങളെ, തെറ്റുപറ്റിപ്പോയ നമുക്ക് സന്തോഷ വാർത്ത നൽകുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഞാനൊരു തെറ്റ് ചെയ്തു, മറ്റൊരാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് എൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചാൽ രണ്ടുപേരും റബ്ബിൻ്റെ അടുക്കൽ ഒരേപോലെയാണ്. സുഹൃത്തുക്കളെ, പാപം സംഭവിച്ചു പോയവരെ, നമുക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ ഇത്തരം ആയത്തുകളും ഹദീസുകളും പ്രേരണയാകണം. നിരാശ ഒരിക്കലും നമുക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞതെന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. ഖുൽ നബി അങ്ങ് പറയുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് തെറ്റ് ചെയ്തു പോയ എൻ്റെ അടിമകളെ, ഹറാമ് ചെയ്ത, വൃത്തികേട് ചെയ്ത, അള്ള പറഞ്ഞതിന് എതിര് കാണിച്ച മനുഷ്യരെ പോലും അള്ള വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ, തെറ്റ് ചെയ്തു പോയവരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. എല്ലാ പാപവും പൊറുക്കുന്ന ആ റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാൻ ഓരോ നിമിഷവും വിശ്വാസികളെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന്, വയഅഫു അനിസ്സയ്യിആത്ത്, പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം. എങ്ങനെയായിരിക്കണം നമ്മുടെ തൗബ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ തൗബ ചെയ്യണേ. നിഷ്കളങ്കമായ തൗബയാണ് വിശ്വാസികളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒരാളുടെ തൗബ നിഷ്കളങ്കമായി തീരണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ പാലിക്കണം. അതിൽ ഒന്നാമത്തേത് അൽ ഇഖ്ലാഉ അനിദ്ദംബ്, തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നതാണ്. ഒരു ഭാഗത്ത് തെറ്റുകൾ അങ്ങനെ ചെയ്യുന്നു, മറുഭാഗത്ത് തൗബ അങ്ങനെ ചെയ്യുന്നു, അതിൽ ഒരു പ്രസക്തിയുമില്ല.
തെറ്റുകൾ നിലനിർത്തിക്കൊണ്ടുള്ള പശ്ചാത്താപമല്ല. അൽ-ഇഖ്ലാഉ അനി ദംബ്, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം. ശിർക്ക് ചെയ്തു പോയോ? ബിദ്അത്തുകൾ സംഭവിച്ചോ? നിഷിദ്ധ സമ്പാദ്യങ്ങൾ ജീവിതത്തിലുണ്ടോ? അവിഹിത ബന്ധങ്ങളുണ്ടോ? കാലങ്ങളായി പിണങ്ങി നിൽക്കുന്നുണ്ടോ? അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് അന്നദമു അലാ മാ ഫാത്ത്, അതിൽ അവന് ഒരു പശ്ചാത്താപ മനസ്സ്, അങ്ങേയറ്റത്തൊരു ഖേദം, മനസ്സിനൊരു സങ്കടമുണ്ടാകണം. തെറ്റുപറ്റിപ്പോയല്ലോ എന്ന നെടുംഖേദം അവൻ്റെ മനസ്സിലുണ്ടാകണം. ആ ഖേദം കണ്ണീരായി പുറത്തു വരണം. റബ്ബിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ചുണ്ടി വിറക്കണം, അവൻ്റെ ഹൃദയം വിതുമ്പണം, അവൻ്റെ കണ്ണ് നിറയണം. അപ്പോഴാണ് അവന് സങ്കടമുണ്ട് എന്നതിനുള്ള അടയാളം പുറത്തു വരിക. മൂന്നാമത്തേത് അൽ അസ്മു അലാമ അദ്മിൽ ഔദത്തി ഇലൈഹി, ഇനി ഞാൻ അതിലേക്ക് പോകില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കണം, മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യണം. ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഒരാളുടെ തൗബ യഥാർത്ഥ തൗബയാകണമെങ്കിൽ യജ്മഉഹാ അർബഅതു അഷ്യാ, അതിൽ 4 കാര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ടാകും. ഒന്ന് അൽ ഇസ്തിഗ്ഫാറു ബിൽ ലിസാൻ, നാവ് കൊണ്ടവൻ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ ധാരാളമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. 2 വൽ ഇഖ്ലാഉ ബിൽ അബ്ദാൻ, ശരീരം കൊണ്ട് പൂർണ്ണമായും അവൻ ചെയ്തു പോയ ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കും. 3 വ ഇൽമാറു തർക്കിൽ ഔദി ബിൽ ജനാൻ, ഇനി ആ തിന്മയിലേക്ക് ഞാൻ പോകില്ലെന്ന് ഹൃദയം കൊണ്ട് പ്രതിജ്ഞ ചെയ്യും. 4 വ മുഹാജറതു സയ്യിൽ ഇഖ്വാൻ, അതിലേക്ക് കാരണമാകുന്ന കൂട്ടുകാരിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും അവൻ അകന്നു നിൽക്കും. ആ 4ാമത്തേത് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും കാര്യമുണ്ടാവുകയില്ല. സാഹചര്യത്തിൽ നിന്ന്, സന്ദർഭത്തിൽ നിന്ന് വിശ്വാസികളെ നമ്മൾ വിട്ടു നിൽക്കണം. ആ തെറ്റ് ചെയ്യാൻ നമുക്ക് കാരണമാകുന്നത് ഏതെങ്കിലും കൂട്ടുകെട്ടാണോ? ഒഴിവാക്കണം. ഏതെങ്കിലും വ്യക്തികളോടുള്ള ചാറ്റാണോ? സംസാരമാണോ? ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ അംഗമായതാണോ? ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണോ? എന്താണോ നമ്മുടെ ജീവിതത്തിലെ തെറ്റിന് കാരണം, അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ, അകന്നു നിൽക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ച വചനം, 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 49-ാമത്തെ ആയത്തിൽ, നബ്ബി ഇബാദി, നബ്ബി പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്ക്, ഇബാദി എൻ്റെ അടിമകളോട്, അന്നീ അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞുകൊടുക്കൂ പ്രവാചകരെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു കാത്തു നിൽക്കുകയാണ് നമ്മളൊന്ന് തൗബ ചെയ്ത് കിട്ടാൻ. രാവിലും പകലിലുമായി റബ്ബിലേക്ക് കൈകൾ നീട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രിയമുള്ളവരെ നമ്മൾ തൗബ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈൽ, രാത്രിയിൽ കൈകൾ നീട്ടി കാത്തു നിൽക്കുകയാണ്, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. വയബ്സുതു യദഹു ബിന്നഹാർ, പകലിലും അല്ലാഹു കാത്തു നിൽക്കുകയാണ്, ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തെറ്റു ചെയ്തവൻ തൗബ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന അന്നുവരെ അഥവാ അന്ത്യനാൾ വരെ ഈ പ്രക്രിയ തുടരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അൽ ഗഫൂറായ, അൽ ഗാഫിറായ, അൽ ഗഫാറായ, ഏത് പാപവും പൊറുക്കുന്ന, എത്ര തവണയും പുറത്തു തരുന്ന റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോടായി പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത് മറ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത് മറ, ഞാൻ തന്നെയും ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു തിന്മ പോലും ബാക്കിയില്ലാത്ത വിധം അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ നാം തയ്യാറാണെങ്കിൽ തീർച്ചയായും അല്ലാഹു പാപം പൊറുക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ അവൻ നമ്മെ ശിക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞു, ഗാഫിരി ദംബ്, പാപം പൊറുക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. പക്ഷേ ശദീദിൽ ഇഖാബ്, തൗബ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ, റമളാനിലും ഹറാമാണെങ്കിൽ, റമളാനിലും നിസ്കാരമില്ലെങ്കിൽ, റമളാനിലും ജുമഅക്ക് വരുന്നില്ലെങ്കിൽ, റമളാനിലും ഖുർആൻ പാരായണമില്ലെങ്കിൽ, റമളാനിലും ദിക്റുകളും ദുആകളും ഇല്ലെങ്കിൽ, ഹറാമുകളാണ് ജീവിതത്തിൽ വരുന്നതെങ്കിൽ,
ഷദീദിൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹ്. അവൻ്റെ ശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ എന്നും, ധാരാളം നന്മകൾ ചെയ്യുന്നതോടൊപ്പം ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപപ്പിഴവുകളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങാൻ ഈ രാവുകളും പകലുകളും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നും, അങ്ങനെ തൗബ ചെയ്യുന്നവന് പാപം ചെയ്യാത്തവനെപ്പോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാകുമെന്നും, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കുകയുള്ളൂ എന്നും, നാം തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തൗബ സ്വീകരിക്കാൻ അള്ളാഹു അതിലേറെ തയ്യാറാണ് എന്നുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പലപ്പോഴും തൗബയുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന കാര്യത്തിൽ ആളുകൾ പിഴച്ചുപോയ 2-3 മാർഗങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നതിനു പകരം പടപ്പുകളോട് പൊറുക്കലിനെ തേടുന്ന ആളുകളാണ്. പ്രവാചകരെ വിളിച്ചുകൊണ്ട് പോലും ഞങ്ങൾ പാപങ്ങൾ ചെയ്തുപോയി, അങ്ങയോട് അന്യായം ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ അവൻ്റെ ഇസ്മുകളിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് പൊറുക്കലിനെ തേടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വേള ശിർക്കായി തീരുന്ന അത്തരം ഹറാമുകളിൽ നിന്ന് സഹോദരങ്ങളെ തീർച്ചയായും നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. മറ്റൊരു വിഭാഗം, എനിക്കൊക്കെ ഇനി തൗബയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഞാനൊക്കെ എന്തെല്ലാം തെറ്റ് ചെയ്തു പോയി, എനിക്കൊക്കെ നന്നാകാൻ കഴിയുമോ, ഞാനൊക്കെ നന്നാകുമോ, എനിക്കിനി അതിന് അവസരമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പാപവും പൊറുക്കുന്നവനാണെന്നും തൗബ സ്വീകരിക്കുന്നവനാണെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകേണ്ടതില്ലെന്നും ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിക്കുന്നത് കൊണ്ട് സഹോദരങ്ങളെ, ഏത് പാപികൾക്കും പശ്ചാത്താപമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വിഭാഗമാകട്ടെ, തൗബ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ അത്ര വലിയ തിന്മകളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് സംഭവിച്ചു പോയ തിന്മകളെ ഗൗരവം കുറച്ച് കാണുന്ന, നിസ്സാരമായി കാണുന്ന ആളുകൾ. അതും ഉണ്ടായിക്കൂടാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ് എന്ന് ധാരാളം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളം ചൊല്ലുന്നവർക്ക് എൻ്റെ ആശംസകളുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലുന്നവർക്ക് ഏത് പാപവും പുറത്തു തരും എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ധാരാളമായി എപ്പോഴും തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മുത്തഖുകളിൽ, മുഖ്ലിസുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു അവസരം പോലും നിസാരമായി കാണാതെ പ്രാർത്ഥനകളെ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാചകം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷം നൽകും, പാപങ്ങൾ പുറത്തു തരും. പ്രത്യേക സന്ദർഭങ്ങൾ പോലും അവിടുന്ന് പഠിപ്പിച്ചു തന്നു. സുഹൃത്തുക്കളെ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം റമളാനിൽ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്നൊരു സന്ദർഭമാണ്. അതെന്താണ്? അള്ളാഹു പറയുകയാണ്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ക്വാളിറ്റി, ഗുണം അല്ല പറയാണ്, അവർ രാത്രിയിൽ അധികമൊന്നും ഉറങ്ങുമായിരുന്നില്ല. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവരുടെ അത്താഴ വേളകളിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നവർ ചൊല്ലുമായിരുന്നു. വബിൽ അസ്ഹാർ എന്നാ പറഞ്ഞത്. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന, രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന, സുബ്ഹിന് തൊട്ടു മുമ്പുള്ള തഹജ്ജുദിന്റെ സമയം എന്ന് നമ്മൾ പറയുന്ന ആ സമയമില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളമായി നമ്മൾ ചൊല്ലേണ്ട സമയമാണ്. 2-3-4 ദിവസം
അത്താഴത്തിന് എഴുന്നേറ്റിട്ട് ആ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? സ്വന്തത്തോട് ചോദിക്കുക. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സന്ദർഭമാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരണേ. ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന, മുഴുവൻ തിന്മകളിൽ നിന്നും കരകയറുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ധാരാളം ആളുകൾ, രോഗികൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും അറിയുന്ന അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.